കാരുണ്യ പദ്ധതിയിൽ പുതിയ കുടുംബങ്ങളെ ഉൾപ്പെടുത്താതെ സംസ്ഥാന സർക്കാർ. തൽക്കാലം നിലവിലുള്ളവർക്ക് മാത്രം ചികിത്സ എന്ന തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധിയും ബാധ്യതയും ചൂണ്ടിക്കാട്ടിയാണ് നിലപാട്. ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായതിനാൽ ക്രെഡിറ്റ് കേന്ദ്രത്തിന് ലഭിക്കുന്നെന്നും സംസ്ഥാനത്തിന് അങ്കലാപ്പുണ്ട്. കേന്ദ്ര സഹായത്തോടെ 2018 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. അന്ത്യോദയ അനുയോജന PHH വിഭാഗങ്ങളിലുള്ള 41.99 ലക്ഷം കുടുംബങ്ങളും പദ്ധതിയുടെ ഭാഗമായി. കാസ്പ് ആരംഭിച്ച് 7 വർഷമാകുമ്പോഴേക്കും പദ്ധതിയിൽ ഒരു കുടുംബത്തെ പോലും പുതിയതായി ഉൾപ്പെടുത്തേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. പകരം നിലവിലുള്ള കുടുംബങ്ങൾക്ക് മാത്രം പദ്ധതിയുടെ ഭാഗമായുള്ള ചികിത്സ നൽകിയാൽ മതിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അർഹരായവരെ പുതിയതായി ഉൾപ്പെടുത്താനുള്ള ശുപാർശയും സംസ്ഥാന സർക്കാർ തൽക്കാലം മരവിപ്പിച്ചു. കാരുണ്യ പദ്ധതി പൂർണ്ണമായും സംസ്ഥാനത്തിന്റേതെന്ന നിലയിൽ നേരത്തെ ഇടതുപക്ഷം പ്രചാരണം നടത്തിയിരുന്നു. ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായ 60% ചെലവും കേന്ദ്രം വഹിക്കുന്ന പദ്ധതിയാണ് കേരള സർക്കാർ സ്വന്തം പദ്ധതി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. ഇത് പൊളിഞ്ഞു വീണതോടെ ക്രെഡിറ്റ് കേന്ദ്രത്തിന് ലഭിക്കുന്നുവെന്ന പരാതിയും സംസ്ഥാന സർക്കാരിനുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കാരുണ്യം നടപ്പിലാക്കുന്നതിലെ താൽപര്യക്കുറവിന് പിന്നിലെ കാരണം ഇതാണെന്ന സൂചനയും ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ നൽകുന്നു. ജനം, തിരുവനന്തപുരം.